ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോക്കനട്ട് പുഡിംഗ് കേട്ടോ. അപ്പോൾ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, തൊട്ടാൽ പൊട്ടുന്ന രീതിയിലായിരിക്കുന്നത്. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് അവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കറുത്ത ഭാഗമെല്ലാം ചിരട്ടിയോട് ചേർന്ന ഭാഗമെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറു ചൂടുവെള്ളം 240 ml 2 കപ്പ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറിയ ജാറായതുകൊണ്ട് ഞാൻ വലിയൊരു ജാറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അരിപ്പയുടെ കണ്ണ് വലുതായതുകൊണ്ട് ഞാനതാ ഒരു കോട്ടൺ തുണിയും കൂടെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല ബലപ്പിച്ച് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല തിക്ക് പാൽ തന്നെ നമുക്ക് കിട്ടും. വളരെ എളുപ്പമാണ്, എന്നാൽ നല്ല സ്വാദുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലെല്ലാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലപോലെ പാല് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 2 കപ്പ് പാലിൽ നിന്ന് ഒരു 1/2 കപ്പ് പാലൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലവർ, ഈ അളവിനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് തേങ്ങാപ്പാൽ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തേങ്ങാപ്പാലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ബാക്കി ചേരുവകൾ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം തേങ്ങാപ്പാൽ നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഇച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 3/4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഈ പഞ്ചസാര എല്ലാം ഈ പാലിൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം, മിക്സാക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാം നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ ഒന്നുകൂടെ നമുക്ക് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാൻ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഇതാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സാക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറഞ്ഞ തീയിൽ വെച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുക. അപ്പോൾ അതാ കുറുകി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന്, ഒരുപാട് തീ കൂട്ടി വെച്ച് പെട്ടെന്ന് ഇതായി പോവും. നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഈ ചൂടോടെ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു കുപ്പിപ്പാത്രമാണ് എടുത്തേക്കുന്നത്. സ്റ്റീലിൻ്റെ അലുമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് നമുക്ക് തട്ടിക്കൊടുക്കാം, ചെറിയ രീതിയിലൊന്ന്. അതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാൻ വെച്ചു. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 2.5 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഹൈപ്പും ഒക്കെ തരിക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. ബൈ.